തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തി വീശി. കോളേജിൽ ഫ്രഷേഴ്സ് ഡേയുടെ ഭാഗമായുള്ള DJ നടക്കുന്നതിനിടെയാണ് സംഭവം. പ്രകോപനങ്ങളില്ലാതെ പോലീസ് അകത്ത് കടന്നു മർദ്ദിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. ആലപ്പുഴ തഴക്കര പഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പിന്റെ ഭാഗമായി ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. വ്യാപാരികളുടെ സഹകരണത്തോടെ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം തഴക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ് നിർവഹിച്ചു. തൃശൂർ അരിമ്പൂരിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും വനിതകൾക്ക് കിടക്കകളും വിതരണം ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായാണ് വിതരണം. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. കൊല്ലം കോർപ്പറേഷൻ കണ്ടൽ വനവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. മേയർ പ്രസന്ന ഏണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കോർപ്പറേഷൻ ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന സന്ദേശമുയർത്തിയാണ് കണ്ടൽ വനവത്കരണ പരിപാടി സംഘടിപ്പിച്ചത്. മലപ്പുറം ചുങ്കത്തറയിൽ നിർത്തിയിട്ട ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതി പിടിയിൽ. എടക്കര പോലീസാണ് ചായിയോട് സ്വദേശി ജുനൈദിനെ അറസ്റ്റ് ചെയ്തത്. ബൈക്ക് ഉടമ നൽകിയ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. തൃശൂർ കൊടുങ്ങല്ലൂർ മേത്തല ആറാട്ടുകടവ് പ്രദേശത്ത് പാമ്പ് ശല്യം രൂക്ഷം. പ്രദേശത്ത് നിന്ന് 20 കിലോ വരുന്ന മലമ്പാമ്പിനെ പിടികൂടി. പൊതുജനങ്ങൾ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭ.